ഹലോ, വെൽക്കം ബാക്ക്. എല്ലാ കുഞ്ഞുമക്കൾക്കും ലിറ്റിൽസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ 1ാം ക്ലാസ്സിൻ്റെ ഉദ്ഗ്രഥനത്തിൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്തായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ ചെയ്താലോ? അപ്പോൾ ഇപ്പോൾ എല്ലാ കുഞ്ഞുമക്കൾക്കും 2 ദിവസമായിട്ടാണ് ഉദ്ഗ്രഥനത്തിൻ്റെ അഥവാ ഇൻ്റഗ്രേഷൻ്റെ എക്സാം വരുന്നത്. ആദ്യത്തെ ദിവസം ഇൻ്റഗ്രേഷൻ 1ഉം 2ാം ദിവസം ഇൻ്റഗ്രേഷൻ 2ഉം അങ്ങനെയാണ് എക്സാം വരുന്നത്. അപ്പോൾ ആദ്യത്തെ ദിവസത്തെ എക്സാമിൻ്റെ തുടർച്ചയായിട്ടാണ് രണ്ടാമത്തെ ദിവസത്തെ എക്സാം വരുന്നത്. മലയാളവും EVS കൂടെ ചേർന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പം ഉദ്ഗ്രഥനത്തിൻ്റെ ആദ്യത്തെ പാർട്ടിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഏതെല്ലാം പ്രവർത്തനങ്ങളായിരുന്നു ചെയ്തതെന്ന് നമുക്ക് നോക്കിയാലോ? പട്ടം പട്ടം, ചെടിയും പട്ടവും, പട്ടം കണ്ടത്, ചിരിക്കുന്ന പാവ, ആടാം പാടാം, വലിയ ചെടി തുടങ്ങിയ പ്രവർത്തനങ്ങൾ 6 പ്രവർത്തനങ്ങൾ നമ്മൾ അതിൽ ചെയ്തു. ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് 2ാം ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൽ 7 തൊട്ട് 10 വരെയുള്ള പ്രവർത്തനങ്ങളാണ് നമുക്ക് ചെയ്യേണ്ടത്. 7ാമത്തെ പ്രവർത്തനം തിന്നാം തിന്നാം, 8ാമത്തെ പ്രവർത്തനം പൂവിലെത്തുന്നവർ, 9ാമത്തത് ചെറുതും വലുതും, 10ാമത്തെ പ്രവർത്തനമോ ഇതളുകൾ ഇതളുകൾ. അപ്പോൾ നോക്കി, ഫസ്റ്റ് പ്രവർത്തനം 6 ചിരിക്കുന്ന പാവ, വായിക്കൂ നിറം നൽകൂ. അപ്പോൾ എല്ലാ കുഞ്ഞുമക്കളും ഈ പ്രവർത്തനം ചെയ്യണമെങ്കിൽ വായിക്കാൻ അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ദിവസത്തേക്ക് എക്സാം അല്ലേ, ആദ്യത്തെ പ്രാവശ്യത്തെ എക്സാം അല്ലേ, ടീച്ചേഴ്സൊക്കെ പറഞ്ഞു തരും. എന്നിരുന്നാലും കുഞ്ഞുങ്ങൾ 2 അക്ഷരങ്ങൾ ചേർത്ത് വായിക്കാൻ പഠിക്കണം കേട്ടോ. നോക്കിയേ, ഇവിടെ എന്താണ് എഴുതിയേക്കുന്നത്? ഒരു പാവക്കുട്ടിയുടെ പടം അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ നിർദ്ദേശപ്രകാരം നമ്മൾ എന്ത് ചെയ്യണം? നിറം നൽകണം ആ പാവക്കുട്ടിക്ക് കേട്ടോ. നോക്കിയേ, കറുത്ത മുടി, എല്ലാവർക്കും കറുത്ത നിറം അറിയാമല്ലോ. അപ്പം നമ്മുടെ ക്രയോൺ, നമ്മുടെ കയ്യിൽ എല്ലാവരും എക്സാമിന് ക്രയോൺ കൊണ്ടുവരണം നിർബന്ധമായിട്ടും. അപ്പം കറുത്ത മുടി, കറുത്ത ക്രയോൺ കൊണ്ട് പാവക്കുട്ടിയുടെ മുടിക്ക് കറുത്ത നിറം കൊടുക്കുക. ചുവന്ന ചുണ്ട്, പാവക്കുട്ടിയുടെ മുഖത്തെ ആ ചുണ്ടിന് ചുവന്ന നിറം കൊടുക്കുക. പച്ചക്കുപ്പായം, പാവക്കുട്ടിയുടെ കുപ്പായത്തിന് പച്ചക്കുപ്പായത്തിന് നിറം നൽകുക. നീലവള, വളകൾക്ക് നീല നിറം കൊടുക്കണം. നീലമാല, മാലയ്ക്കും നീല നിറം കൊടുക്കണം. അപ്പം നമുക്ക് നിറം കൊടുത്താലോ? അപ്പോൾ നോക്കിയേ, ടീച്ചർ ഇവിടെ നിറം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ടീച്ചർ കൊടുത്ത നിറമൊന്നും വല്ല ഭംഗിയായിട്ടില്ല. മക്കൾ നന്നായിട്ട് ഭംഗിയായിട്ട് നിറം നൽകണം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ? പ്രവർത്തനം 7 ആടാം പാടാം, പാടാം എഴുതാം. നോക്കിയേ, പാവ പാവ, ആടുന്ന പാവ. അപ്പോൾ ഇവിടെ 3 പാവക്കുട്ടികളുടെ പടങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരു പടത്തിൽ എന്താ, ആ പാവക്കുട്ടി മൈക്കൊക്കെ പിടിച്ചുകൊണ്ട് പാട്ട് പാടുന്നതായിട്ട് കാണാം ഇല്ലയോ? ഒരു പാവക്കുട്ടി ചാടുന്നതായിട്ട് കാണാം, ഒരു പാവക്കുട്ടി അവിടെ നിന്ന് ചിരിക്കുന്നതായിട്ട് കാണാം. അപ്പം ഇവിടെ എഴുതിയിരിക്കുന്നത് കണ്ടോ മക്കൾ? അതൊന്ന് പാടി നോക്കിയിട്ട് ആ പാട്ട് എങ്ങനെയാണോ അതുപോലെ 1, 2, 3 കോളങ്ങളും പൂർത്തിയാക്കാനാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ കോളത്തിൽ അവരെന്താ കൊടുത്തേക്കുന്നത്? പാവ പാവ, ആടുന്ന പാവ. ഒരു പാവക്കുട്ടി ആടുന്നതായിട്ട് നമുക്കവിടെ പടത്തിൽ കൊടുത്തിട്ടുണ്ട് ഇല്ലയോ? ഇനി നമുക്ക് നോക്കി, അതിൻ്റെ അപ്പുറത്തായിട്ട് ഒരു പാവക്കുട്ടി എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? പാട്ട് പാടിക്കൊണ്ടിരിക്കുക ഇല്ലയോ? അത് നമുക്ക് എങ്ങനെ എഴുതാം? പാവ പാവ, പാടുന്ന പാവ ഇല്ലയോ? പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന പാവയാ. പാവ പാവ, പാടുന്ന പാവ. അടുത്തതോ പാവ പാവ, ആ മറ്റേ പാവക്കുട്ടി എന്ത് ചെയ്യുക? ചാടുക അല്ലേ? അപ്പം എന്ത് പറയാം? പാവ പാവ, ചാടുന്ന പാവ ഇല്ലയോ? അടുത്തതോ പാവ പാവ, ചിരിക്കുന്ന പാവ. എഴുതിക്കൂടായോ? ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൂട്ടൊക്കെ എഴുതാം കേട്ടോ. അപ്പം മക്കളൊന്ന് എഴുതിക്കേ. അപ്പോൾ നോക്കിയേ, ടീച്ചർ ഇവിടെ എഴുതിയേ നോക്കിയേ. പാവ പാവ, പാടുന്ന പാവ, പാവ പാവ, ചാടുന്ന പാവ, പാവ പാവ, ചിരിക്കുന്ന പാവ. ഓക്കെ ആണോ? ഇനി അടുത്ത പ്രവർത്തനം നോക്കിയേ മക്കളെ. തരം തിരിക്കാം, വരച്ചു ചേർക്കാം. ഇവിടെ നോക്കി, വലിയ ഒരു വാഴയിലയും ചെറിയ ഒരു വാഴയിലയും കൊടുത്തിട്ടുണ്ട്. കുറേ അധികം പൂക്കളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ തരം തിരിച്ച് എഴുതാനാണ്. വലിയ പൂക്കളെയും ചെറിയ പൂക്കളെയും തരം തിരിക്കാനാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ചെറിയ പൂക്കളെയെല്ലാം ചെറിയ വാഴയിലയിലേക്കും വലിയ പൂക്കളെയെല്ലാം വലിയ വാഴയിലയിലേക്കും വരച്ചു കൊടുക്കണം. മക്കൾക്ക് അറിയാമായിരിക്കുമല്ലോ, ഒന്ന് വരയ്ക്കാം. ഇവിടെ നോക്കിയേ, മുല്ലപ്പൂവ്, തെച്ചിപ്പൂവ്,
റോസാപ്പൂവ്, ചെമ്പരത്തിപ്പൂവ്, ഡാലിയാപ്പൂവ്. ഇത്രയും പൂക്കളാണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ മുല്ലപ്പൂവ്, തെച്ചിപ്പൂവ് നോക്കിയേ നിങ്ങൾ, ചെറിയ പൂക്കളല്ലയോ? മുല്ലപ്പൂവും തെച്ചിപ്പൂവും ചെറിയ പൂക്കളല്ലയോ? മകൾ കണ്ടിട്ടുണ്ടോ മുല്ലപ്പൂവിനെയും തെച്ചിപ്പൂവിനെയൊക്കെ? അപ്പം മുല്ലപ്പൂവും തെച്ചിപ്പൂവും കുഞ്ഞു പൂക്കളാണ്, നമുക്ക് കാണുമ്പോൾ അറിയാം അല്ലയോ? പിന്നെ റോസാപ്പൂവ്, ചെമ്പരത്തിപ്പൂവ്, ഡാലിയാപ്പൂവ്, ഈ 3 പൂക്കളെ നോക്കിയേ, അത് കുറച്ചുകൂടെ വലിപ്പമുള്ള പൂക്കളാണല്ലയോ? അപ്പം വലിപ്പമുള്ള പൂക്കളിനെ നമ്മൾ വലിയ ഇലയിലേക്കും ചെറിയ പൂക്കളെ ചെറിയ ഇലയിലേക്കും വരച്ചു കൊടുക്കാം. ടീച്ചർ ഇവിടെ വരച്ചു കൊടുത്തേക്കുന്നത് കണ്ടോ? ഇതുപോലെ എല്ലാ മക്കളും വരയ്ക്കണം കേട്ടോ. ഇനി അടുത്ത പ്രവർത്തനം നോക്കിയേ, വലിയ ചെടി. പ്രവർത്തനം 9, വലിയ ചെടി. വായിക്കാം, വരയ്ക്കാം. നോക്കിയേ, നമ്മൾ നേരത്തെയും ടീച്ചർ പറഞ്ഞായിരുന്നു മക്കൾ 2 അക്ഷരവും 3 അക്ഷരവും ഒക്കെ ചേർത്ത് വായിക്കാൻ പഠിക്കണം കേട്ടോ. ഇവിടെ കുറച്ച് എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ നന്നായിട്ട് വായിച്ചതിന് ശേഷം, അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചറിൻ്റെ സഹായത്തോടു കൂടി വായിച്ചതിന് ശേഷം അതവിടെ എന്താണോ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ടീച്ചർ വായിക്കട്ടെ. വലിയ ചെടി, ചെറിയ ഇല, ചുവന്ന പൂവ്. വലിയ ചെടി വരയ്ക്കണം, അതിനൊരു ചെറിയ ഇല വരയ്ക്കണം, ചുവന്ന പൂവിന് നിറം കൊടുക്കണം. നോക്കിയാലോ? ഇവിടെ ടീച്ചർ ഒരു പടം വരച്ചിട്ടുണ്ട്. വലിയ ഭംഗിയായിട്ടല്ല, പക്ഷെ മക്കൾ നന്നായിട്ട് വരയ്ക്കണം കേട്ടോ. വലിയ ഒരു ചെടി വരയ്ക്കണം, അതിലൊരു ചെറിയ 2 ഇലകൾ, അതേപോലെ തന്നെ ചുവന്ന പൂവ് വരച്ചിട്ട് പൂവിന് ചുവന്ന നിറം കൊടുക്കണം കേട്ടോ. നോക്കിയേ, ഇനി നമുക്ക് പ്രവർത്തനം 10, ഇതളുകൾ വരച്ചു ചേർക്കൂ. ഇവിടെയും കുറച്ച് പൂക്കൾ കൊടുത്തിട്ടുണ്ട്. അതിന് നടുവിലായിട്ട് ഒരു കൊട്ട വെച്ചിട്ടുണ്ട്. പൂക്കളൊക്കെ നമ്മൾ പറിച്ച് ശേഖരിക്കുന്ന ഒരു കൊട്ടയാണേ. അപ്പം നമ്മൾ 5 ഇതളുള്ള പൂക്കളെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 5 ഇതളുള്ള പൂക്കൾ ഏതൊക്കെയാണെന്ന് മക്കൾക്കറിയാമല്ലോ. അപ്പോൾ ഈ 5 ഇതളുള്ള പൂക്കളെയാണ് നമുക്ക് ആ കൊട്ടയിലേക്ക് വരച്ചു കൊടുക്കേണ്ടത്. ഇവിടെ നോക്കി, അരളിപ്പൂവ്, മുല്ലപ്പൂവ്, ഡാലിയാപ്പൂവ്, നിത്യകല്യാണി, റോസാപ്പൂവ്, കോളാമ്പിപ്പൂവ്, ചെമ്പരത്തിപ്പൂവ് കൊടുത്തിട്ടുണ്ട്. ഇവരുടെ ഇതളുകൾ എണ്ണിയാലോ? അപ്പോൾ നോക്കിയേ, മുല്ലപ്പൂവിൻ്റെ ഇതളുകളിൽ നിന്ന് എണ്ണാം. 1, 2, 3, 4, 5. 5 ഇതളുള്ള പൂവല്ലേ മുല്ലപ്പൂവ്. അരളിപ്പൂവിൻ്റെ എണ്ണി നോക്കിയേ, 1, 2, 3, 4, 5 ഇല്ലയോ? അരളിപ്പൂവിൻ്റെ ഇതളുകൾ 5ആണ്. ഡാലിയാപ്പൂവ് നോക്കിക്കേ, 5 ഇതളാണോ? അല്ല അല്ലയോ? അപ്പോൾ നിത്യകല്യാണിയോ? നിങ്ങൾ എണ്ണിക്കോ കേട്ടോ. നിത്യകല്യാണി 5 ഇതളാണല്ലയോ? റോസാപ്പൂവാണോ? അല്ല. കോളാമ്പിപ്പൂവിൻ്റെ ഇതളുകൾ തൊട്ട് നോക്കിയേ, 1, 2, 3, 4, 5. 5 ഇതളാണല്ലയോ? പിന്നെ ചെമ്പരത്തിപ്പൂവോ? 5 ഇതളാണല്ലയോ? അപ്പം ചെമ്പരത്തിപ്പൂവ് 5 ഇതളാണോ? നോക്കിയേ, 1, 2, 3, 4 ഇതളേ ഉള്ളൂ ഇല്ലയോ? അപ്പോൾ ചെമ്പരത്തിപ്പൂവ് പറ്റത്തില്ല. അപ്പോൾ നോക്കിയേ, നമുക്ക് 5 ഇതളുള്ള പൂക്കളെ നമുക്ക് വരച്ച് ചേർക്കാം. അപ്പോൾ നോക്കിയേ, മുല്ലപ്പൂവ്, അരളിപ്പൂവ്, നിത്യകല്യാണി, കോളാമ്പിപ്പൂവ് എന്നിവയാണ് നമ്മുടെ 5 ഇതളുള്ള പൂക്കളിലെയോ വരച്ച് ചേർത്തു. അങ്ങനെ നമ്മുടെ പ്രവർത്തനം 10 എണ്ണമായി. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞിട്ടുണ്ട്. 1 മുതൽ 10 പ്രവർത്തനം 2 ദിവസമായിട്ട് ഇൻ്റഗ്രേഷൻ 1, 1, 2 എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ എക്സാം നടക്കുന്നത്. അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് ആവർത്തിച്ച് വീഡിയോ കണ്ടു നോക്കുക, ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാ മക്കളും ടീച്ചറിൻ്റെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടീച്ചർ ട്യൂഷൻ എടുക്കുന്നുണ്ട്. ട്യൂഷൻ ക്ലാസ്സുകൾ വേണ്ട കുഞ്ഞുങ്ങൾ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.